അണ്ണാ-ഡി-എം-കെയിൽ നിന്ന് പുറത്താക്കിയ മുൻമന്ത്രി കെ.എ. സെങ്കോട്ടയ്യൻ തമിഴക വെട്രി കഴകത്തിലേക്ക്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് സെങ്കോട്ടയ്യനെ പുറത്താക്കിയത്. കെ.ബി. ശ്രീധരൻ വിശദവിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, ഈ തമിഴക വെട്രി കഴകത്തിലേക്ക് കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു സാധ്യതയാണോ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്? പാർട്ടി നേരത്തെ പുറത്താക്കിയതാണ് സെങ്കോട്ടയ്യനെ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എടപ്പാടി പളനിസ്വാമിയുമായി ഇടഞ്ഞാണ് കെ.എ. സെങ്കോട്ടയ്യൻ പുറത്തു പോകുന്നത്. അതിന് പ്രധാന കാരണം അണ്ണാ-ഡി-എം-കെ ഏകീകരിക്കണം, വിവിധ ഗ്രൂപ്പുകൾ ഒന്നിക്കണം, അതായത് ഒ പനീർശെൽവം, ടി.വി. ദിനകരൻ വിഭാഗങ്ങളൊക്കെ ഒന്നിക്കണം എന്നുള്ള ഒരാവശ്യമാണ് കെ.എ. സെങ്കോട്ടയ്യൻ പരസ്യമായി ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം അണ്ണാ-ഡി-എം-കെയുടെ ഉള്ളിൽ നിന്ന് എടപ്പാടി വിഭാഗത്തിൽ നിന്നുണ്ടായി. അങ്ങനെയാണ് MLA കൂടിയായിട്ടുള്ള സെങ്കോട്ടയ്യന് പാർട്ടിക്ക് പുറത്തേക്ക് ഉള്ള വഴിയൊരുങ്ങിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതും. ഏതായാലും വൈകാതെ തന്നെ അദ്ദേഹം മറ്റൊരു പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തമിഴക വെട്രി കഴകത്തിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തുന്നു. വിജയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രധാന നേതാക്കളൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് വരിക എന്നുള്ളത്. നേരത്തെ ആദവ് അർജുന ഇപ്പോൾ TVKയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം മറ്റു പാർട്ടികളിൽ നിന്ന് എത്തിയ വ്യക്തിയാണ്. അങ്ങനെ നിരവധി നേതാക്കൾ TVKയിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനസമ്മതിയുള്ള നേതാക്കൾ വരുന്നത് സ്വാഭാവികമായിട്ടും TVKയുടെ കരുത്ത് കൂട്ടും. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് വിജയുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും സെങ്കോട്ടയ്യൻ 26-നോ 27-നോ ഈ പാർട്ടി മെമ്പർഷിപ്പ്, പാർട്ടി അംഗത്വം എടുക്കുമെന്നുള്ളതാണ് TVK വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ശരി.